ഗുഡ് മോർണിംഗ് ഓൾ. രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ഹോളിഡേക്ക് ശേഷം റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ചൈനീസ് മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് സ്ലൈറ്റ്ലി വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ജാപ്പനീസ് നിക്കായ് 225 38,875 ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് താഴെ വന്നിരിക്കുന്നത്. ഈ ആഴ്ച മിക്കവാറും ജാപ്പനീസ് നിക്കായ് 225 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പഴയ റെക്കോർഡ് ഹൈ 38,947.44 ആണ്. ഇത് ഹിറ്റ് ചെയ്ത് 29 ഡിസംബർ 1989 അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഈ വർഷം മുന്നേറിയിട്ടുള്ളത്. 2024 ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ള മാർക്കറ്റ് ജാപ്പനീസ് മാർക്കറ്റാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ വെള്ളിയാഴ്ചയിലത്തെ മാർക്കറ്റ് സെൻറ്റിമെൻ്റൊക്കെ അമേരിക്കൻ മാർക്കറ്റ് സെൻറ്റിമെൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് പൊതുവേ പോസിറ്റീവ് തന്നെയായിരുന്നു. എന്നിരുന്നാലും സ്ലൈറ്റ്ലി ഉള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ അമേരിക്കയിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക്, റസൽ 2000 ഒക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്തിരുന്നത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 ഇൻഡെക്സ് 14.24 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. 14.09 ആയിരുന്നു അതിൻ്റെ തലേ ദിവസം. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ നമ്മൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച. ഇന്ന് മോർണിംഗിൽ ഏകദേശം $7-8 ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,033 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. $83.53 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $83 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡാണ്. എൻവിഡിയയുടെ ടാർഗറ്റ് പ്രൈസ് $1,200 പെർ ഷെയർ ആയിട്ട് അനലിസ്റ്റുകൾ ഉയർത്തിയിരിക്കുകയാണ്. എൻവിഡിയയുടെ റിസൾട്ട് ഉണ്ട്. 21-ാം തീയതിയാണ് വരുന്നത്, ഫെബ്രുവരി 21-ന്. റിസൾട്ടിന് ശേഷമായിരിക്കാം ആ സ്റ്റോക്കിൽ വലിയ രീതിയിലുള്ള ആക്ടിവിറ്റി കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അമേരിക്കയിൽ പൊതുവെ ടെക്നോളജി റാലി തന്നെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഗ്ലോബൽ മാർക്കറ്റുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആണ്, പ്രസിഡൻസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബലി പൊതുവെ ഒരു ലാക്ലസ്റ്റർ ട്രെൻഡായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. യൂറോപ്പിലെ സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അനലിസ്റ്റുകളുടെ എക്സ്പെക്റ്റേഷൻ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ള സ്ട്രോങ് സ്റ്റോക്കുകൾ ഗ്ലാക്സോ, സ്മിത്ത് ക്ലൈൻ, റോഷ് ഹോൾഡിങ്സ്, ASML ഹോൾഡിങ്സ്, നെസ്ലെ, അതുപോലെ തന്നെ നോവാർട്ടിസ്, നോവ നോർഡിസ്ക്, ലോറിയൽ, LVMH, ആസ്ട്രാസെനെക, സാപ്പ്, സനോഫിയൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കുകളിൽ പലതും ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾക്കും പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. പോളിസീസ് ബസാറിന് പോസിറ്റീവ് ന്യൂസ് ഫ്ലോ ഉണ്ട്. അവരുടെ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ലൈസൻസ് കോമ്പോസിറ്റ് ലൈസൻസ് ആക്ട് ഉയർത്തിയിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് BEL, ഭാരത് ഫോർജ്, ഭാരത് ഡൈനാമിക്സ്, ഈ സ്റ്റോക്കുകൾക്കൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. ഗവൺമെൻറ്റിൻ്റെ 84,560 കോടി രൂപയുടെ പ്രൊക്യൂർമെൻറ്റ് ഡീലാണ് ഈ കമ്പനികൾക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. വന്ദേ ഭാരത് 160 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ കവച് ആൻറ്റി കൊളിഷൻ സിസ്റ്റം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ്ഫുള്ളാണ്. അപ്പോൾ കവച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന HBL പവറിനാണ് ഏറ്റവും പോസിറ്റീവ്. HBL പവർ ഓൾറെഡി മുന്നേറിയിട്ടുണ്ട്. എന്നിരുന്നാലും ലോങ് ടൈമിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റ് കമ്പനികൾ കോൾ ഇന്ത്യ, ഗെയിൽ, അതുപോലെ തന്നെ BHEL, M&M, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ്, തെർമാക്സ്, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, IRCTCയുടെ റെയിൽ നിയർ പ്ലാന്റ്, പുതിയൊരു പ്ലാന്റ് വിശാഖപട്ടണത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 72,000 ലിറ്ററാണ് പെർ ഡേ കപ്പാസിറ്റി. പോസിറ്റീവായിട്ട് ന്യൂസാണ് IRCTCനെ സംബന്ധിച്ച്. അഡാനി എൻ്റർപ്രൈസസിനും പോസിറ്റീവ് ന്യൂസാണ്. അഡാനി റിയൽറ്റിക്ക് ബോംബെയിൽ വേറൊരു പ്രധാന ഡീലും കൂടി കിട്ടിയിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ് അഡാനി റിയാലിറ്റിനെ സംബന്ധിച്ച്. ധാരാവിക്ക് ശേഷം കിട്ടുന്ന മറ്റൊരു ബിഗ് ഡീലും കൂടിയാണ് അഡാനി റിയാലിറ്റിക്ക്. അപ്പോൾ അഡാനി എൻ്റർപ്രൈസസിനാണ് ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനായിട്ട് ചാൻസസ് വളരെ കൂടുതൽ.
ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ വരുന്ന ന്യൂസുകളെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഡാനി പോർട്ടിന് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്, അതുപോലെ തന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷന് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ RVNLൻ്റെ ഓർഡർ ബുക്ക് 65,000 കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ്. 9,000 കോടി രൂപ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഓർഡറാണ്, 7,000 കോടി രൂപ മെട്രോ റെയിലിൻ്റെയാണ്. 50% ഓർഡറുകൾ റെയിൽവേ ഓർഡറുകളും ബാക്കി 50% മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഓർഡറുകളാണ്. കമ്പനിക്ക് UAEയിലും അതുപോലെ തന്നെ മറ്റു ഓവർസീസ് കൺട്രികളിലും വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളാണ് മുന്നിലുള്ളത്. RVNLനെ സംബന്ധിച്ച് പൊതുവെ പോസിറ്റീവാണ്, പക്ഷേ ഡൈവേഴ്സിഫൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡീലുകളാണുള്ളത്. ബജാജ് ഓട്ടോ അതുപോലെ തന്നെ ഹീറോ മോട്ടോകോപ്പ് അവരുടെ പ്രീമിയം വെഹിക്കിൾസ് ഉണ്ട്. ബജാജ് ട്രയംഫ് ആയിട്ടുള്ള 2 മോട്ടോർ സൈക്കിൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറോ മോട്ടോകോപ്പ് ഹാർലി ഡേവിഡ്സൺ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളും പുറത്തിറങ്ങി. വലിയ സെയിൽസ് ഫിഗറാണ് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ബജാജ് ഓട്ടോനെ സംബന്ധിച്ച്, ഹീറോ മോട്ടോ കോർപ്പിനെ സംബന്ധിച്ചും. അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോയുടെ 10,000 രൂപ പെർ ഷെയർ ബൈബാക്ക് ഓഫറിനുള്ള റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 29 ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബജാജ് ഓട്ടോയിലൊരു മുന്നേറ്റം കാണാൻ ചാൻസസ് കൂടുതലാണ്. ഹീറോ മോട്ടോ കോർപ്പ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മറ്റു സ്റ്റോക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി അണ്ടർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ ലോങ് റണ്ണിൽ ഹീറോ മോട്ടോ കോർപ്പും ബെറ്റർ ആകാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് അസറ്റുകളിലെ ഡീലിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഓൾറെഡി സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോർട്ടിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് യൂണിടെക്കിനെ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ പൊതുവെ റിയൽ എസ്റ്റേറ്റിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. അഡാനി ഗ്രീൻ വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അഡാനി ഗ്രീനിൻ്റെ കാമുത്തി സോളാർ പ്ലാന്റ് ഉണ്ട് തമിഴ്നാട്ടിൽ. അതിൽ വലിയ രീതിയിലുള്ള ഇന്നോവേഷൻസാണ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത്. ആ ഇന്നോവേഷൻസിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർഗ്ഗമാണ് അവർ ഗുജറാത്തിലത്തെ പ്ലാന്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഓൾറെഡി 9 ഗിഗാവാട്ടാണ് അവരുടെ കപ്പാസിറ്റി സോളാർ പവർ. 45 ഗിഗാവാട്ടാണ് 2030 ഒരു ടാർജറ്റ് വരുന്നത്. അപ്പോൾ അഡാനി ഗ്രീൻ കറണ്ട് ലെവലിൽ നിന്ന് ഡബിൾ ചെയ്ത് പോകാനുള്ള ചാൻസാണ് വിത്തിൻ 1 to 2 ഇയേഴ്സിനുള്ളിൽ കാണുന്നതിൽ. അത്രയും പ്രോഫിറ്റബിലിറ്റി കൂടും, അതുപോലെ തന്നെ കപ്പാസിറ്റിയും കൂടുകയാണ്. ISROയുടെ GSLV F14 ഇൻസാറ്റ് 3DS ശനിയാഴ്ച ലോഞ്ച് ചെയ്തിരുന്നു. പല കമ്പനികളും ഇന്ത്യയിൽ നിന്നുള്ള പല കമ്പനികൾ പാർട്ടിസിപ്പൻ്റ് ആണ്. പ്രത്യേകിച്ച് LNT അതുപോലെ തന്നെ മറ്റു പല കമ്പനികളും ഇതിൽ പാർട്ടിസിപ്പൻ്റ് ആണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഈ സാറ്റലൈറ്റ് വിട്ടിരിക്കുന്ന വെതർ ഫോർകാസ്റ്റിങ്ങിനൊക്കെയാണ് മേജറായിട്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിന് 170 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നാണ്. 250 സ്പെഷ്യലൈസ്ഡ് വാഗണ് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പേടിഎം അവർ RBI ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേടിഎമ്മത്തിന് അവരുടെ മറ്റുള്ള ഡെപ്പോസിറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് മാർച്ച് 15 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേടിഎം അവരുടെ നോഡൽ ബാങ്കായിട്ട് ആക്സിസ് ബാങ്കിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ട് റിലീഫാണ് പേടിഎമ്മിനെ സംബന്ധിച്ച്. പക്ഷേ ലോങ് ടൈമിലും കാര്യമായിട്ടുള്ള ഫർദർ നെഗറ്റീവ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ പേടിഎം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ജിൻഡാൽ സ്റ്റെയിൻലെസ് അവരുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഡൊമസ്റ്റിക് യൂസിന് മാത്രം യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എക്സ്പോർട്ട് ഇല്ലെങ്കിലും ഡൊമസ്റ്റിക് ആയിട്ട് ധാരാളം ഓർഡേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. കറണ്ട് മാർക്കറ്റ് ഷെയർ 45%. ഫർദർ എക്സ്പാൻഷനൊക്കെ 2-3 വർഷത്തിന് ശേഷം ഉണ്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടാണ് പൊതുവെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ്. ഗവൺമെൻറ് ഒരു ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏർപ്പെടുത്തും എന്നുള്ളൊരു ന്യൂസും കൂടിയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജിൻഡാ സ്റ്റെയിൻലെസ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കെസ് കോർപ്പറേഷൻ ഡീമർജ് ചെയ്യാണ് 3 കമ്പനികളായിട്ട്. കെസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡിജിറ്റൈഡ് സൊല്യൂഷൻസ് ലിമിറ്റഡ്, ബ്ലൂ സ്പ്രിംഗ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, അങ്ങനെ 3 കമ്പനിയായിട്ട് ഡീമർജ് ചെയ്യാണ്. 1.5 വർഷം എടുക്കും. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഡീമർജർ ഗെയിൻ കിട്ടാൻ ചാൻസ് ഉള്ളൊരു ന്യൂസും കൂടിയാണ്. അതുകൊണ്ട് കെസ് കോർപ്പറേഷൻ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ, ഡെലിവറി പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. മാരുതി വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ പ്ലാനുകളാണ്. പ്രത്യേകിച്ച് ഹൈബ്രിഡ് വെഹിക്കിൾസ് പുതിയ ഇന്നോവേഷനൊക്കെ കൊണ്ടുവരികയാണ്. 35-40 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടുന്ന സ്വിഫ്റ്റ് അതുപോലെ തന്നെ മറ്റു വെഹിക്കിൾസൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. പോസിറ്റീവായിട്ട് ന്യൂസാണ്. കമ്പാരിറ്റീവ്ലി മറ്റു ഓട്ടോ കമ്പനികളായിട്ട് നോക്കുമ്പോൾ ഈ MNC കമ്പനി
കമ്പാരിറ്റീവ്ലി അണ്ടർ പ്രൈസ്ഡാണ്. ജാപ്പാനീസ് മാർക്കറ്റ് മുന്നേറുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും മാരുതിക്ക് കാണാം. മാരുതി നമ്മുടെ ടാർജറ്റ് നമ്മൾ 1.5 വർഷം മുമ്പ് കൊടുത്തിരുന്നു. ടാർജറ്റ് 12,000 രൂപയായിട്ട് ഒരു പക്ഷേ 15,000 രൂപ റേഞ്ചിലേക്ക് അടുത്ത 1.5 വർഷത്തിനുള്ള മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ പോസിറ്റീവാണ്. ഒപ്പം HDFC ബാങ്ക് FTSEയിൽ അവരുടെ വെയിറ്റേജ് കൂടിയിരിക്കുകയാണ്. $300 മില്യൺ ഇൻഫ്ലോ വന്നേക്കാം. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് HDFC ബാങ്കിനെ. HDFC ബാങ്കിൻ്റെ മോർഗൻ സ്റ്റാൻലിയുടെ ടാർജറ്റ് 2110 ആണ്. അപ്പോൾ ഓവറോൾ നമ്മൾ കാണുന്ന ന്യൂസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഹയർ ലെവൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപക്ഷെ ഈ ആഴ്ച നമ്മുടെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഈറ്റി എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഫാർമേഴ്സ് ഇഷ്യൂ ആണ് മുന്നിലുള്ള ഒരു റോഡ് ബ്ലോക്ക്. പക്ഷേ ഇന്നലെ നടന്ന ഡിസ്കഷൻ്റെ ഔട്ട്കം ഫാർമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ ഇന്നാണ് ലഭിക്കാൻ പോകുന്നത്. പോസിറ്റീവ് റിപ്ലൈ ആണെങ്കിൽ മാർക്കറ്റും പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സും മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യാം. ഹയർ ലെവലിൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രോഫിറ്റബിളായിരിക്കുന്ന സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എടുക്കുന്ന തീരുമാനം നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാനിന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.